ഇതാണ് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പരിക്കിന്റെ ദൃശ്യം എന്ന് പറയുന്നത്. ഇവിടെ 3 റൗണ്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, പന്ത് ആരുടെ കാലിലാണ് എന്ന് നോക്കുക. പന്ത് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലുകളിലാണ് ഉള്ളത്. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കൺട്രോളിലാണ് ഉള്ളത്. ഇനി ഈജിപ്തിന്റെ ഡിഫൻഡറെ നോക്കുക. അദ്ദേഹം ഇവിടെ ജേഴ്സിയിൽ പിടിച്ച് പുറകിൽ നിന്ന് വലിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തെ ഫൗൾ. രണ്ടാമത്തെ ഫൗൾ ഇവിടെ കാലിൽ ചവിട്ടുന്നതും കാണാം. പുറകിൽ നിന്നുള്ള ടാക്കിളാണ് എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഫൗളിന്റെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതിനുശേഷമാണ് ലിസാൻഡ്രോയെ വീഴ്ത്തി ഈ പന്തുമായി മുന്നോട്ട് പോകുന്നതും അത് ഗോൾ അടിച്ച് ആഘോഷിച്ചതും അതിനുശേഷമുള്ള വാർച്ചയ്ക്ക് വന്നതും. അപ്പോൾ കൃത്യമായി ഫൗളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തേത്, എന്തുകൊണ്ട് മുഹമ്മദ് സലായുടേത് ഫൗൾ വിളിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, പന്ത് ആദ്യം ടച്ച് ചെയ്ത് ഇത് അൽവാരസ് ആണ്, ഇത് സലയാണ്. അപ്പോൾ പന്തുമായി മുഹമ്മദ് സല വരുന്നു. പന്ത് ഇവിടെയുണ്ട്. ഈ ഡിഫൻഡറുടെ ആദ്യത്തെ ടച്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പന്തിന്മേലാണ് എന്ന് കാണാം. അപ്പോൾ പിന്നീടാണ് ഈ പന്ത് സലയുടെ കൺട്രോളിൽ നിന്ന് പോവുകയാണ്. ഫസ്റ്റ് ടച്ചിന്റെ ദൃശ്യമാണ് ചെയ്തത്. പിന്നെ പുറകോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ കൺട്രോളിൽ നിന്ന് പോയി പിന്നീട് മുന്നോട്ട് നീങ്ങുന്ന സലയാണ് അവിടെ വീഴുന്നത്. കാലിൽ ടച്ച് ഉണ്ട്. അത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ പുല്ലടക്കം തെറിക്കുന്നത് കാണാം. ആ ടച്ചിന്റെ സമയത്ത് പുല്ലടക്കം, അതായത് കാലിൽ ഡയറക്റ്റ് കോൺടാക്ട് അല്ല എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമാക്കിയാണ്. ഡെലിബറേറ്റ് അല്ല, അവിടെ നിലത്ത് കൂടിയുണ്ട്. മാത്രമല്ല ആദ്യത്തെ ടച്ച് ഏതായാലും പന്തിന്മേലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലീൻ ടച്ചിന് ശേഷം, ടാക്കിന് ശേഷമുള്ള, കൺട്രോൾ ആയതിനു ശേഷമുള്ള ഫൗളിനെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള. ഇതെല്ലാം കാണിച്ചാലും ലോകം ഇതെല്ലാം അംഗീകരിച്ചാലും കേരളത്തിലെ ടീമിലെ ചില ഫാൻസ് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോർച്ചുഗൽ, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രസീൽ, ഇവയൊക്കെ. ഓക്കെ, ബൈ.